കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. പദ്ധതികൾ പൂർത്തീകരിക്കാൻ നിർവഹണ ഉദ്യോഗസ്ഥർ മുൻകൈയെടുക്കണം. തടസ്സം നീക്കുന്നതിനും പൂർത്തീകരണം വേഗത്തിലാക്കുന്നതിനും എല്ലാവരുടെയും സഹകരണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്ലാനിംഗ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂർത്തിയായ പദ്ധതികളുടെ ഉപയോഗ സർട്ടിഫിക്കറ്റുകൾ ഉടൻ സമർപ്പിക്കണമെന്നും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തതിന്റെ പേരിൽ ഫണ്ടുകൾ മുടങ്ങുന്ന അവസ്ഥയുണ്ടാകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിലിപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അക്കൗണ്ടബിലിറ്റി സാധാരണ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലൊരു പരിവർത്തനമാണ് വരുന്നത്. വലിയൊരു മാറ്റമാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഉദ്യോഗസ്ഥന്മാർ, ജനപ്രതിനിധികൾ എല്ലാം കൂടിയിട്ടുള്ള ആ തലത്തിലുള്ള ബോഡിയാണ്. ഒരു ഇൻ്റർഫേസ് മീറ്റിങ്ങിൻ്റെ വേദിയാണ്. നമ്മൾ ഒരേ വേദിയിൽ നിൽക്കുകയാണ്. എല്ലാവരും കൂടി നിൽക്കുന്നു. ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഡിസ്ട്രിക്ട് തലത്തിലുള്ള എല്ലാ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പ്രത്യേക പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വരുന്നവരുണ്ട്. ഇവർക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാൻ ഏറ്റവും നല്ല സന്ദർഭമാണ്. തൊഴിലുറപ്പ് പദ്ധതി, PMAY, PMKSY, PMGSY, സ്വച്ഛ് ഭാരത് മിഷൻ, ദേശീയ കുടുംബസഹായ നിധി, JJM, ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി, NHM പദ്ധതികൾ, ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ, ICDS, പ്രധാനമന്ത്രി പരമ്പരാഗത കൃഷി വികാസ് യോജന, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന, സമഗ്ര ശിക്ഷാ അഭിയാൻ, പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന, പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം, പ്രധാനമന്ത്രി ജൻധൻ യോജന തുടങ്ങിയവയുടെ പുരോഗതി യോഗം അവലോകനം ചെയ്തു. MP-മാരായ അബ്ദുസമദ് സമദാനി, PV അബ്ദുൽ വഹാബ്, TV ഇബ്രാഹിം MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, ജില്ലാ കളക്ടർ VR വിനോദ്, തദ്ദേശ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ P ഷാജു, ജനപ്രതിനിധികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി.